ഹരേ കൃഷ്ണ. ധന്യം മാധവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. നമ്മൾ 4ാമത്തെ ദശകം അഷ്ടാംഗ യോഗമാണ് പഠിച്ചു കഴിഞ്ഞത്. അതിൽ എല്ലാവരും ശ്രദ്ധയോടെ കേട്ട് പഠിച്ചിരിക്കുമെന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടമാവണമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കണം. പുതിയ ക്ലാസ് നമ്മൾ ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നാലേ കിട്ടുകയുള്ളൂ. ഹരേ കൃഷ്ണ. 5ാമത്തെ ദശകം വിരാട് പുരുഷോൽപത്തി, അതാണ് നമ്മൾ ഇനി പഠിക്കേണ്ടത്. അത് ശാർദൂല വിക്രീഡിതം എന്ന വൃത്തത്തിലാണ് എഴുതിയിരിക്കുന്നത്. നമുക്ക് 1ാമത്തെ ശ്ലോകം ചൊല്ലി നോക്കാം. വ്യക്താവ്യക്തമിദം ന കിഞ്ചിദഭവത് പ്രാക് പ്രാകൃത പ്രക്ഷയേ മായായാം ഗുണസാമ്യരുദ്ധ വികൃതോ ത്വയ്യാഗതായാം ലയം നോ മൃത്യുശ്ച തദാമൃതം ച സമഭൂത് നാന്നോന്ന രാത്രേ സ്ഥിതിഃ തത്രൈകസ്ത്വമശിഷ്യതാ കില പരാനന്ദ പ്രകാശാത്മനാ. ഹരേ കൃഷ്ണ. ആദ്യം തന്നെ നമുക്ക് പദച്ഛേദമാണ് നോക്കേണ്ടത്. വ്യക്ത പ്ലസ് അവ്യക്ത, അതാണ് വ്യക്താവ്യക്ത എന്ന് പറയുന്നത്. വ്യക്തവും അവ്യക്തവും പ്ലസ് ഇതം, അതാണ് ഭാഗം. വ്യക്ത പ്ലസ് അവ്യക്ത പ്ലസ് ഇതം, അവ്യക്തം പ്ലസ് ഇതം, അതാണ് 3 വാക്കാണ് അതിന് വരുന്നത്. വ്യക്ത പ്ലസ് അവ്യക്ത പ്ലസ് ഇതം. ന കിഞ്ചിത് അഭവത്, ഭവതല്ല അഭവത് എന്ന് വരിക. അപ്പം കിഞ്ചിത് അഭവത്, കിഞ്ചിത് പ്ലസ് അഭവത്. അപ്പം കിഞ്ചിത് അഭവത് എന്ന് വായിക്കും. പ്രാകൃത പ്രക്ഷയേ മായായാം ഗുണസാമ്യരുദ്ധ വികൃതോ ത്വയ് ആഗതായാം, ത്വയ് ആഗതായ എന്നുള്ളത് ത്വയ് ആഗതായാം ലയം നോ മൃത്യു പ്ലസ് ച തദ അമൃതം പ്ലസ് അമൃതം ച സമഭൂത് ന അന്ന. നാന്നോ എന്നുള്ളത് ന അന്ന. ന എന്നുള്ളത് ഇവിടെ നഹ് എന്നുള്ളത് വിസർഗമുള്ളതല്ല. ന പറഞ്ഞാൽ ഇല്ല എന്നുള്ള അർത്ഥത്തിലാണ് വരുന്നത്. അപ്പം ന അന്ന ന രാത്രേ സ്ഥിതിഃ തത്ര ഏകത്വം, തത്രേകസ്ത്വം അശിഷ്യത എന്നുള്ളത് പിരിക്കുമ്പോൾ തത്രഹ ഏക പ്ലസ് ത്വം പ്ലസ് അശിഷ്യത, ശിഷ്യതയല്ല അശിഷ്യത കില പരാനന്ദ പ്രകാശാത്മന. ഇത്രയും പദങ്ങളാണ്. പദം പിരിക്കുന്നത് നന്നായി കേട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് ഒരിക്കലും തെറ്റില്ല. വായിക്കുമ്പോൾ, ശ്ലോകം വായിക്കുമ്പോൾ തെറ്റ് വരില്ല. നമുക്ക് അന്വയപ്രകാരം അർത്ഥം നോക്കാം. അതിൽ പ്രാഗ്, പ്രാഗ് പറഞ്ഞാൽ പണ്ട്, വളരെ പണ്ട്. പ്രാകൃത പ്രക്ഷയെ, പ്രാകൃത പ്രളയം ഉണ്ടായപ്പോൾ, അതാണ് പറയുന്നത്. പ്രാകൃത പ്രളയം നമ്മൾ ഇതിനു മുമ്പ് കഴിഞ്ഞ ദശകത്തിൽ കേട്ടിട്ടുണ്ട്. ഒരു ഉപാസകൻ്റെ ജീവാത്മാവ് സ്വന്തം ഇഷ്ടപ്രകാരം ക്രമമുക്തിയായിട്ട് പോകുമ്പോൾ ഓരോ ലോകത്തും ഇരുന്നിട്ട് ഓരോ പ്രളയം കഴിഞ്ഞിട്ട് പ്രാകൃത പ്രളയത്തിന് മുമ്പ് ആ ആത്മാവ് പോയിരിക്കണത് ബ്രഹ്മലോകത്തിലോ വൈകുണ്ഠത്തിലോ ആണെന്ന് പഠിച്ചു നമ്മൾ. പ്രാകൃത പ്രളയം വരുമ്പോഴോ അതിനു മുമ്പോ അത് തൻ്റെ പഞ്ചഭൂതങ്ങളെയെല്ലാം അതാതിലേക്ക് ലയിപ്പിച്ച് ഭഗവാനിൽ ലയിക്കുന്നു, ബ്രഹ്മത്തിൽ ലയിക്കുന്നു എന്ന് നമ്മൾ പഠിച്ചു. അതൊന്നും കൂടി കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ആ പ്രാകൃത പ്രളയമാണ് ഇവിടെ പറയണത്. ആ പ്രാകൃത പ്രളയം ഉണ്ടായതിന് ശേഷം ഉള്ള കാര്യങ്ങളാണ് ഇവിടെ പറയണത്. അതിനു മുമ്പ് ഒരുപാട് പ്രപഞ്ചങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും, ഒരുപാട് പ്രളയങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. അതൊന്നും നമുക്ക് അറിയില്ല. അപ്പോൾ ഇവിടെ ഇതിന് തൊട്ട് പറയണം ഭട്ടതിരിപ്പാട്. പ്രാകൃത പ്രളയത്തിൽ വ്യക്ത അവ്യക്തം, വ്യക്തമായതും അവ്യക്തമായതും എന്ന് പറഞ്ഞാൽ സ്ഥൂലമായതും സൂക്ഷ്മമായതും, കാണുന്നതും കാണാൻ പറ്റാത്തതെന്ന് അർത്ഥം. പ്രപഞ്ചത്തിൽ 2 തരത്തിലുണ്ട്. സ്ഥൂലം നമുക്ക് കാണാൻ പറ്റുന്ന കുറേ ഉണ്ട്, കാണാൻ പറ്റാത്ത സൂക്ഷ്മമായിട്ടുള്ള കുറേ ഉള്ളത്. ഇത് രണ്ടും ഇതം കിഞ്ചിത്, ഈ കാണുന്ന പ്രപഞ്ചം ന അഭവത് ഉണ്ടായിരുന്നില്ല. സ്ഥൂലമായതും സൂക്ഷ്മമായതും ഒന്നും ഈ കാണുന്ന പ്രപഞ്ചത്തിൽ ഉണ്ടായിരുന്നില്ല. എപ്പോൾ ഉണ്ടായിരുന്നില്ല എന്നാണ് പറയണേ? പ്രാകൃത പ്രളയത്തിൽ. പ്രളയം വന്നപ്പോൾ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. മായായ, ആ മായയെ കൊണ്ടാണല്ലോ നമ്മളെല്ലാം നിലനിൽക്കുന്നത്. ആ മായ എന്ത് ചെയ്തു? ഗുണസാമ്യരുദ്ധ വികൃതോ, ഗുണസാമ്യ നിമിത്തം തടയപ്പെട്ട വികാരത്തോടു കൂടിയതായി മായ. എന്നിട്ട് തൊയി നിന്തിരുവടിയിൽ ലയം ആഗതയാം,
ലയത്തെ പ്രാപിച്ചു. എല്ലാം ഭഗവാനിൽ ലയിക്കുകയാണ്, ബ്രഹ്മത്തിൽ ലയിക്കുകയാണ്. അപ്പോൾ പ്രപഞ്ചവും സൂക്ഷ്മമായതും എല്ലാം ലയിച്ചു. മായ ഗുണസാമ്യരൂദ്ധ വികൃതമായിട്ട് അതും ഭഗവാനിൽ ലയിച്ചു. അങ്ങനെ ആയപ്പോൾ, ആ ലയം പ്രാപിച്ചപ്പോൾ, തഥാ അപ്പോൾ മൃത്യു, ആ സമയത്ത് എന്തില്ല? മൃത്യുവില്ല. മരണമോ അമൃതം ച, മരണമില്ലായ്മയോ അതാ മോക്ഷമോ അതുമില്ല. ന സമബോധ്, സംഭവിച്ചില്ല. എന്താ കാരണം? ജീവനൊന്നുമില്ല, പ്രപഞ്ചത്തിൽ ഒരു ജീവികളുമില്ല, പിന്നെ മൃത്യു ഉണ്ടാവില്ല, അപ്പം മോക്ഷം ഉണ്ടാവില്ല. അപ്പം ന സമബോധ്, സംഭവിച്ചില്ല. അന്ന പറഞ്ഞ അന്നസ്ഥിതി പറഞ്ഞാൽ പകലിൻ്റെ സ്ഥിതി. ന സമബോധ്, സംഭവിച്ചില്ല. കാരണം സൂര്യനും പകലിനെയൊക്കെ ഉണ്ടാക്കുന്ന ആ സൂര്യനും എല്ലാം ഭഗവാനിൽ ലയിച്ചു. ബ്രഹ്മാവിൻ്റെ സൃഷ്ടി എല്ലാം ഭഗവാനിൽ ലയിച്ചു. അപ്പോൾ പിന്നെ എപ്പോഴും ഇരുട്ട് മാത്രമായപ്പോൾ പകലിൻ്റെ സ്ഥിതിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ രാത്രിയില്ല, ഇരുട്ട് മാത്രമേ ഉള്ളൂ, പകലും രാത്രിയും ഉണ്ടാവുന്നില്ല. ന സമബോധ്, രാത്രിയുടെ സ്ഥിതിയും ഉണ്ടായില്ല. തത്ര തു, എന്താ ഉണ്ടായത്? അവിടെ ആകട്ടെ ത്വം ഏക, ആരാണ് ഉള്ളത്? പിന്നെ പകലുമില്ല, രാത്രിയില്ല, ഒന്നുമില്ല. ത്വം ഏക, അങ്ങ് ഏകനായിട്ട് പരാനന്ദ പ്രകാശാത്മന, പരാനന്ദ പ്രകാശ സ്വരൂപത്തോടുകൂടി അശിഷ്യതാകില, അങ്ങ് മാത്രം ശേഷിച്ചു അത്രേ. അതാണ് പറയണത്. ഭഗവാൻ മാത്രമേ ഉണ്ടായുള്ളൂ, ബാക്കിയെല്ലാം പ്രപഞ്ചത്തിലെല്ലാം ഭഗവാനിൽ ലയിച്ചു. ഈ ലോകം എന്നുണ്ടായി, എങ്ങനെ ഉണ്ടായി എന്നൊന്നും ആർക്കും അറിയില്ല. ഉണ്ടായതൊക്കെ നശിച്ച് ശൂന്യത മാത്രമായിട്ട് അവശേഷിക്കുന്ന ഒരവസ്ഥ, അത് നമ്മളിങ്ങനെ സങ്കല്പിച്ച് നോക്കുമ്പോൾ അതിൽ നിന്നാണ് നമ്മൾ ഭട്ടതിരിപ്പാട് സൃഷ്ടിയെ പറ്റി തുടങ്ങുന്നത്. സൃഷ്ടിയെ പറ്റി ഇവിടെ വിവരിക്കാൻ തുടങ്ങുകയാണ് ഈ ദശകം തൊട്ടിട്ട്. എങ്ങനെയാണ് ഉണ്ടാവുന്നത്, എങ്ങനെയാണ് നശിക്കുന്നത് എന്നാണ്. ആദ്യം പ്രളയത്തിൽ നിന്നാണല്ലോ തുടങ്ങേണ്ട സൃഷ്ടി, അതുകൊണ്ടാണ് ഇവിടെ പ്രളയത്തെ പറ്റി ആദ്യം പറയണത്. പ്രാകൃത പ്രളയം അഥവാ മഹാപ്രളയം, അതാണ് എല്ലാം നശിക്കുന്ന അവസ്ഥ. അത് കഴിഞ്ഞിട്ട് ആത്യന്തിക പ്രളയമുണ്ട്. അത് ഈ പ്രാകൃത പ്രളയം വരെയുള്ളൂ ജീവജാലങ്ങൾ. ആത്യന്തിക പ്രളയത്തിൽ ആരും ഒന്നും ഉണ്ടാവില്ല എന്നാണ് പറയുക. അപ്പം ഈ മഹാപ്രളയത്തിൽ അല്ലെങ്കിൽ പ്രാകൃത പ്രളയത്തിൽ എല്ലാം ഭഗവാനിൽ ലയിച്ചു. വ്യക്തമായും അവ്യക്തമായും സൂക്ഷ്മമായതും സ്ഥൂലമായതും ഒക്കെ എല്ലാം ഇല്ലാതായി. അത് ഇല്ലാതായി എന്ന് പറയുന്നു. പക്ഷെ അതെല്ലാം മായയ്ക്ക് എന്ത് പറ്റി? മായ ഉണ്ടെങ്കിലേ പ്രപഞ്ചം നിലനിൽക്കുള്ളൂ. മായ ഗുണസാമ്യം കൊണ്ട് എന്ന് പറയുന്നു. ഗുണസാമ്യം കൊണ്ട് വികാരങ്ങൾ ഇല്ലാതായി എന്ന് പറഞ്ഞാൽ സത്വരജ തമോ ഗുണങ്ങളാണ് നമ്മളെ നിലനിർത്തുന്നത് പ്രപഞ്ചത്തിൽ. സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം, ഇത് മൂന്നിനും ഏറ്റക്കുറിച്ചിൽ വരുമ്പോഴാണ് പ്രപഞ്ചത്തിൽ മായ പ്രവർത്തിക്കുള്ളൂ. മായ പ്രവർത്തിക്കുന്നതാണ്. അപ്പോൾ അത് ഒരേ നിലയിൽ വന്നാൽ, ഒന്ന് തുല്യമായിട്ട് വന്നാൽ, അതിൽ ഏറ്റക്കുറിച്ചിലില്ലാതെ വന്നാൽ മായ പ്രവർത്തിക്കില്ല. അപ്പോൾ അത് ഭഗവാനിൽ അതും ലയിച്ചു പോയി എന്നാണ് പറയണത്. പിന്നെ ഗുണസാമ്യം ഇല്ലാണ്ട് വന്നപ്പോൾ മായ ഭഗവാന് വിലയം പ്രാപിച്ചു. ഈ അവസ്ഥയിൽ ഇല്ലാത്തതുകൊണ്ട് മൃത്യുവില്ല. ജീവികളുണ്ടെങ്കിലല്ലേ മരണം ഉണ്ടാവുള്ളൂ. ജീവികളെല്ലാം പോയി, ഭഗവാനിൽ ലയിച്ചു. അപ്പോൾ മൃത്യുവില്ല, അതുകൊണ്ട് മോക്ഷവുമില്ല. ജ്യോതിർഗോളങ്ങളൊക്കെ അവയുടെ നിയതമായ ആ ചുറ്റലും എല്ലാം ഇല്ലാണ്ടാക്കിയിട്ട് അതും ഭഗവാനിൽ ലയിച്ചുകൊണ്ട് പകലും രാത്രിയും ഇല്ല. ഇങ്ങനെ സ്വാഭാവികമായ കാലഗതി ഇല്ലാണ്ടായി. എല്ലാം ഭഗവാനിൽ ലയിച്ചു പ്രളയം വന്നപ്പോൾ. അപ്പോൾ പക്ഷം, മാസം, ഋതു, വത്സരം, യുഗം ഇതൊന്നും ഇല്ലാതെ പ്രളയം മാത്രമായിട്ട്, എല്ലാം ജലം മാത്രമായിട്ട് നിന്നു എന്നാണ്. ഈ അവസ്ഥയാണ് ആ സമയത്ത്. ആരാണ് ബാക്കി ഉണ്ടായത്? എല്ലാം ഭഗവാനിൽ ലയിച്ചിട്ട് പരാനന്ദ പ്രകാശ രൂപത്തിൽ അവിടുന്ന് മാത്രം ഈ ലോകത്തെ പ്രപഞ്ചത്തിൽ ശേഷിച്ചു അത്രേ. അത് ഭഗവാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാം ഭഗവാനിൽ ലയിച്ചു എന്ന് പറയുന്നു. ഹരേ കൃഷ്ണ. രണ്ടാമത്തെ ശ്ലോകം നമുക്ക് ചൊല്ലി നോക്കാം. കാലകർമ്മ ഗുണാശ്ച ജീവനിവഹ വിശ്വം ച കാര്യം വിഭോ ചില്ലീലാരതിമേയുഷി ത്വയി തദാ നിർലീനതാ മായയൂഃ തേഷാം നൈവ വദന്ത്യ സത്വമയി ഭോ ശക്ത്യാത്മനാ തിഷ്ഠതാം നോ ചേത് കിം ഗഗനപ്രസൂന സദൃശാം ഭൂയോ ഭവേത് സംഭവഃ. ഹരേ കൃഷ്ണ.
ആദ്യം നമുക്ക് പദച്ഛേദമാണ് നോക്കേണ്ടത്. കാല കർമ്മ ഗുണ പ്ലസ് ച ഗുണാശ്ച ജീവനിവഹ വിശ്വം ച കാര്യം വിഭോ ചില്ലീല അതാണ് പറഞ്ഞത്. ചില്ലീല രതി അതാണ്. ചിത് ലീല രതി എന്ന് പറയാം. അപ്പം ചിൽ ലീല രതിം പ്ലസ് ഏയുഷി അതാണ് വാക്കത്. അപ്പം ചില്ലീലാരതിം ഏയുഷി ത്വയി തഥാ നിർലീനതാം പ്ലസ് ആയയുഹു തേഷാം ന ഏവ നൈവ എന്നുള്ളത് ന ഏവ വദന്തി അസത്വമയി. അപ്പോൾ വദന്തി അസത്വമയി എന്ന് വായിക്കും. ഭോ ശക്ത്യാത്മന തിഷ്ഠതാം നോ ചേത് കിം ഗഗനപ്രസൂന സദൃശാം ഭൂയോ ഭവേത് സംഭവഃ. ഭൂയഃ ഭവേത് സംഭവഃ എന്ന് പദച്ഛേദം വരുമ്പോൾ വരും. നമുക്ക് അന്വയപ്രകാരം നോക്കുമ്പോൾ വിഭോ ഹേ വിഭുവായുള്ളവനെ, ഭഗവാനെ അതാണ് വിളിക്കുന്നത്. ഓരോന്നിലും ഭഗവാനെ വിളിച്ചിട്ട് നേരിട്ട് പറയണം ഭട്ടതിരിപ്പാട്. അപ്പോൾ വിഭോ ഹേ വിഭുവായുള്ളവനെ, ഗുണാഹ പറഞ്ഞ ഗുണങ്ങൾ, കാല പറഞ്ഞ കാലഹ പറഞ്ഞ കാലം, കർമ്മഹ പറഞ്ഞ പ്രവൃത്തികൾ കർമ്മങ്ങൾ, ജീവനിവഹ എന്ന് പറഞ്ഞാൽ എല്ലാ ജീവസമൂഹങ്ങളും, പ്രപഞ്ചത്തിലെ എല്ലാ ജീവസമൂഹങ്ങളും, വിശ്വം കാര്യം ച അതിലെ എല്ലാ പ്രപഞ്ചത്തിലെ എല്ലാ കാര്യങ്ങളും ത്വയി നിന്തിരുവടിയിൽ ചില്ലീലാരതിയെ ഏയുഷി പറഞ്ഞാൽ പ്രാപിച്ചു. ഭഗവാന്റെ ലീലയെ, ഭഗവാന് ലീല ചെയ്യണം എന്ന് തോന്നുമ്പോൾ അതാണ് ഭഗവാന്റെ ലീലാരതിയാണ്, ആനന്ദ കേളിയാണ് അത്ര ഈ പ്രപഞ്ചം ഉണ്ടാക്കലും അത് ഇല്ലാണ്ടാവലൊക്കെ. അതിനെ പ്രാപിച്ചപ്പോൾ തഥാ അപ്പോൾ നിർലീനതാം എല്ലാം നിർലീനമായ അവസ്ഥയെ, ഭഗവാനിൽ ലീനമായ അവസ്ഥയെ ആയയുഹു പ്രാപിച്ചു. ഐ ഭോ അല്ലയോ ഭഗവാനെ, അങ്ങനെ എല്ലാം ഭഗവാനിൽ ലയിച്ചപ്പോൾ ശക്ത്യാത്മന തിഷ്ഠതാം ശക്തി സ്വരൂപത്തിൽ, ഇതൊക്കെ എന്ത് ചെയ്തു? ശക്തി സ്വരൂപത്തിൽ പറഞ്ഞാൽ വളരെ സൂക്ഷ്മമായ രൂപത്തിൽ തേഷാം സ്ഥിതി, വളരെ സൂക്ഷ്മമായ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നവയായ ഇവയ്ക്ക് ഗുണം, കാലം, കർമ്മം, ജീവൻ എന്നിവയ്ക്ക് ഇതിനൊക്കെ വളരെ സൂക്ഷ്മമായിട്ടുള്ള സ്ഥിതിയിലെത്തി. ഇത് കാണാൻ പറ്റില്ല എന്നുള്ളൂ, എല്ലാം ഉണ്ട് വളരെ സൂക്ഷ്മരൂപത്തിൽ. ഇവയ്ക്കെല്ലാം അസത്വം പറഞ്ഞാൽ ഇല്ലായ്മ ന വദന്തി, ഇതൊന്നും ഇല്ലാണ്ടായി എന്ന് പറയണില്ല. ഇതൊക്കെ പ്രപഞ്ചത്തിൽ നിന്ന് പോയിട്ട് എവിടെയോ ലയിച്ചു, ഭഗവാനിൽ ലയിച്ചു, പക്ഷെ ഇതൊന്നും ഇല്ലാണ്ടാവണില്ല, ഇതൊക്കെ ഉണ്ട്. അങ്ങനെ ഇല്ലാണ്ടാവുകയാണെങ്കിൽ, ശരിക്കും ഇല്ലാണ്ടാവുകയാണെങ്കിൽ ഗഗനപ്രസൂന സദൃശാം, ഇത് ആകാശപുഷ്പ സദൃശങ്ങളായിട്ട്, ആകാശപുഷ്പം ഇല്ലല്ലോ, ആകാശപുഷ്പം ഇല്ല നമുക്കറിയാം, ആകാശപുഷ്പം പോലെ ആവില്ലേ എന്നാണ് ചോദിക്കുന്നത്. ഭൂയ സംഭവം ആകാശപുഷ്പം പോലെ ഇല്ലാത്തതായാൽ വീണ്ടും ഇത് ഉണ്ടാകുന്നത് എങ്ങനെയാണ് സംഭവിക്കുക? കിം അഭവേത്, എങ്ങനെ സംഭവിക്കും? ഈ പ്രപഞ്ചത്തിലെ എല്ലാം പ്രളയം വന്ന് പോയിട്ട് വീണ്ടും തിരിച്ച് പ്രപഞ്ചം ഉണ്ടാകുമ്പോൾ ഇതെല്ലാം തിരിച്ചു വരുന്നുണ്ട്. അപ്പോൾ ഇത് ഇല്ലാണ്ടാവണില്ല, ഇത് സൂക്ഷ്മരൂപത്തിൽ ഭഗവാനിൽ ലയിച്ചിരിക്കണു എന്നല്ലേ അതിൻ്റെ അർത്ഥം എന്നാണ് പറയുന്നത്. പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തി തൊട്ടിട്ടല്ല ആരംഭിക്കുന്നത്, അത് അറിയാൻ പറ്റില്ല. എത്രയോ പ്രപഞ്ചങ്ങൾ പ്രളയങ്ങളൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ടാവും. ഇവിടെ കാലം, കർമ്മ, ഗുണം ഇതെല്ലാം മുമ്പുണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളും പ്രളയത്തിന് മുമ്പുണ്ടായിരുന്നു. പക്ഷേ പിന്നെ പ്രളയം കഴിഞ്ഞ് പ്രപഞ്ചം ഉണ്ടാവുമ്പോൾ ഇത് വീണ്ടും ഉണ്ടായി വരുന്നുണ്ട്. ഭഗവാന്റെ ഒരു ചില്ലീലാരതിയാണ്. ലീലാരതി പറഞ്ഞാൽ ആനന്ദ കേളി, ഭഗവാന്റെ ആനന്ദ കേളിയാണത്. അപ്പോൾ ഇത് ഇല്ലാതായി എന്ന് പറയാൻ പറ്റില്ല, ഇതെവിടെയോ സൂക്ഷ്മമായിട്ട് ഇരിക്കുന്നു. ആ സൂക്ഷ്മമായി ഇരിക്കുന്നത് കൊണ്ടാണ് ഇത് പ്രളയമൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും പ്രപഞ്ചം സൃഷ്ടി തുടങ്ങുമ്പോൾ ഇതെല്ലാം തിരിച്ചു വരുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ അതുണ്ട്, സൂക്ഷ്മമായിട്ട് ഈ പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്നുണ്ട്, ഭഗവാനിൽ ലയിച്ച് നിൽക്കുന്നുണ്ട്. ഇത് നമുക്കൊന്നും തീർച്ചയായിട്ട് പറയാൻ പറ്റാത്തതുകൊണ്ട് ഋഷിമാർ പറയുന്ന വാക്കുകൾ, സർവജ്ഞരായ ഋഷിമാർ പറയുന്ന വാക്കുകളും വേദവേദാംഗ പുരാണാദികളുടെ പ്രസ്താവനകളൊക്കെ ആശ്രയിച്ചിട്ടാണ് നമുക്കിതൊക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ആരും ഇതൊന്നും കണ്ടവരില്ല, കാരണം ഒന്നുമില്ല പ്രപഞ്ചത്തിൽ. കാലകർമ്മോദികളൊക്കെ ഇല്ലാതാകുന്നു എന്ന് പറയണില്ല, ഇതൊക്കെ ഉണ്ട് എന്നാണ് അവർ പറയണത്. അത് പ്രകടമാകുന്നില്ല, സൂക്ഷ്മരൂപത്തിലിരിക്കുന്നു, സൂക്ഷ്മമായ ശക്തി രൂപത്തിൽ ഭഗവാനിൽ ലയിച്ചിരിക്കുന്നു ഈ വസ്തുക്കളെല്ലാം
അപ്പോൾ ഇത് പ്രപഞ്ചം വീണ്ടും പ്രളയമൊക്കെ കഴിഞ്ഞ് ഉണ്ടാവുമ്പോൾ തിരിച്ച് സൃഷ്ടിക്കുമ്പോൾ എല്ലാം ഇത് ഓരോന്നായിട്ട് ഉണ്ടായിക്കൊണ്ടിരുന്നു. ഇതിനെ ആചാര്യന്മാരൊരു ഉദാഹരണ സഹിതം പറയുകയാണെങ്കിൽ, ഒരു പഴുപ്പിച്ച ലോഹത്തകിട്, ഇരുമ്പൊക്കെ അങ്ങനെ ലോഹത്തകിട് നല്ലോണം പഴുപ്പിച്ച് തീ പാലി ആയിട്ട് അതിലേക്ക് ഒരു തുള്ളി വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ആ വെള്ളം പിന്നെ തിരിച്ചു വരില്ല, അത് നശിച്ചു പോയി അല്ലേ? അത്രയും തീയിലാണ് ആ വെള്ളം. അങ്ങനെയല്ല അത് വരുന്നത്. ഇതെങ്ങനെയാണ് ഈ പ്രപഞ്ചം പോണത്? അപ്പോൾ പ്രപഞ്ചം നമ്മുടെ പ്രളയം വരുമ്പോൾ അങ്ങനെ നശിച്ചു പോണില്ല എന്നാണ് പറയണത്. അതെങ്ങനെ പോണു? ഉപ്പ് പരല് അല്ലെങ്കിൽ പഞ്ചസാരയൊക്കെ വെള്ളത്തിൽ ലയിച്ച് ചേരുമ്പോൾ അത് ലയിച്ച് കഴിഞ്ഞാൽ ആ ഉപ്പ് അതിൽ കാണില്ല. അത് ഉപ്പില്ല എന്ന് പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. ഉപ്പ് കഴിച്ചു നോക്കുമ്പോൾ നമുക്ക് അതിൻ്റെ സ്വാദ് അറിയാൻ പറ്റും. അപ്പോൾ ഉപ്പ് അവിടെ തന്നെ ഉണ്ട്. അതുപോലെയാണ് പ്രപഞ്ചം. പ്രളയം വരുമ്പോൾ എല്ലാം നശിച്ച് പ്രകാരം ലയിക്കുന്നു. തിരിച്ച് പ്രളയമൊക്കെ കഴിഞ്ഞ് സൃഷ്ടി വരുമ്പോൾ ഈ പോയ സൂക്ഷ്മ രൂപത്തിലിരിക്കുന്നതെല്ലാം അതിൻ്റെ അനുകൂലമായ സമയത്ത് എല്ലാം തിരിച്ച് പ്രപഞ്ചത്തിൽ ഉണ്ടാകുന്നു എന്നാണ് പറയുന്നത്. ഹരേ കൃഷ്ണ. സൃഷ്ടിയെ പറ്റിയിട്ടും പ്രളയത്തെ പറ്റിയിട്ടൊക്കെയാണ് ഇത് പറയണത്. വളരെ സൂക്ഷ്മമായി അറിയേണ്ട കാര്യങ്ങളാണ്. എല്ലാവർക്കും മനസ്സിലാവാൻ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ. എല്ലാവരും ക്ലാസ് ശ്രദ്ധിച്ച് കേൾക്കണം, നന്നായി ചൊല്ലാൻ സാധിക്കട്ടെ, പഠിക്കണം. ഹരേ കൃഷ്ണ. എല്ലാവരും ലൈക്ക് ചെയ്യണം, ക്ലാസ് അഭിപ്രായങ്ങൾ ഇടണം. ഹരേ കൃഷ്ണ.